ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നല്ല ഇടയനെയും ആടുകളെയും പറ്റിയാണ്. ഒരു ഇടയെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യമാണ് ഒരു ആടിനെ നോക്കുന്ന ആൾ, അല്ലെ? ആടിനെ പരിപാലിക്കുന്ന ഒരാൾ. അതൊരു നല്ല ഇടയനാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന് ആ ആടിന് എന്തൊരു സന്തോഷമായിരിക്കും. നമ്മളാണ് ആ ആട്. അപ്പം ഒരാൾ പറയാ നമ്മുടെ അടുത്ത് വന്ന് നിന്നെ നോക്കാൻ പോകുന്ന ഒരു നല്ല ഇടയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും. അതുപോലെ ഒരു നല്ല ഇടയനെ ആടുകളെ പറ്റിയാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ചിന്തിച്ചിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ആരാണ് നല്ല ഇടയൻ? യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അതിൻ്റെ അത് ഞാൻ തന്നെ വായിക്കാം. 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അവിടെ ആരാണ് നല്ല ഇടയൻ? ഞാൻ നല്ല ഇടയനാകുന്നു എന്നാണ് അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു പിന്നെയും അവരോട് പറഞ്ഞത്. എന്നിട്ടാണ് അവിടെ ഏറ്റവും ലാസ്റ്റ് വാക്യത്തില് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശു ആണ് നമ്മുടെ നല്ല ഇടയൻ. നമ്മളെ നോക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടിയതെല്ലാം തരുന്ന യേശു ആണ് നമ്മുടെ നല്ല ഇടയൻ. ഇനി ഈ നല്ല ഇടയൻ എന്താണ് ചെയ്യുന്നത്? നല്ല ഇടയൻ എന്തായിരിക്കും നമുക്ക് വേണ്ടി ചെയ്തിരുന്നത്? അതിന്റെ തന്നെ 15-ാം വാക്യത്തില് 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അതിന്റെ 15-ാം വാക്യത്തില് ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി, ആടുകൾ തന്നെത്താൻ രക്ഷിക്കുക എന്നല്ല, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. അത് കറക്റ്റ് ആയിട്ട് ദൈവം ചെയ്തു, അല്ലെ? ദൈവം ക്രൂശിലെ നമുക്ക് വേണ്ടി മരിച്ചു. അത് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങളെ വഹിച്ച്, നമ്മുടെ വേദനകളെ ചുമന്ന് നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മളെ രക്ഷപ്പെടാനും രക്ഷിക്കപ്പെടാനും വേണ്ടിയിട്ട് ദൈവം ആ ക്രൂശിൽ മരിച്ചു. ഇനി ഈ ഇടയൻ, നല്ല ഇടയൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കഥ അറിയാം. നല്ല ഇടയന്റെ കഥ അറിയാം. 100 ആടുള്ള നല്ല ഇടയൻ. ആ നല്ല ഇടയൻ എന്തോ ചെയ്തത്? 100 ആടുണ്ടായിരുന്നിട്ട് ഒരെണ്ണം കാണാതെ പോയപ്പോ 99-നെ വിട്ടിട്ട് ആ കാണാതെ പോയ ഒരെണ്ണത്തിനെ തെരഞ്ഞു പോയി. വേണമെങ്കിൽ ഇടയിൽ വെക്കായിരുന്നു, ഞാൻ നാളെ പോയി വേറെ ഒരു ആടിനെ മേടിച്ചോളാന്ന് വെക്കായിരുന്നു. പക്ഷെ അത്രയും നമ്മളെ നോക്കി കൊണ്ടുവന്ന ആ ഒരാട് അത് കാണാതെ പോയപ്പോ ആ ഇടയന് ഭയങ്കര വിഷമമുണ്ടായി. അതുകൊണ്ടാണ് അത്രയും 99 ആടിനെ വിട്ടിട്ട് ആ ഒരാടിനെ, കാണാതെ പോയ ഒരാടിനെ തപ്പി ആ നല്ല ഇടയൻ പോയത്. ആ നല്ല ഇടയൻ നമ്മുടെ യേശുവാണ് ദൈവമക്കളെ. ആമേൻ. ഇനി ആരാണ് ഈ ഇടയന്റെ ആടുകൾ? ഒരു ഇടയനുണ്ടെന്ന് നമുക്കറിയാം. ഇനി ഈ ഇടയൻ ആടുകളുണ്ട്. ഈ ആടുകൾ ആരാണ്? ഒരു സങ്കീർത്തനം 100-ന്റെ 3-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 100-ന്റെ 3-ാം വാക്യം. Psalms 100:3. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അപ്പൊ ആരാണ് ദൈവം? യഹോവയാണ് ദൈവം. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ നമ്മെ ഉണ്ടാക്കിയതുകൊണ്ട് നാം ലോകത്തിനുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അപ്പൊ ആടുകൾ ആരാണ്? നമ്മളാണ് ദൈവമക്കളെ. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അപ്പൊ നമ്മളെ മേയ്ക്കുന്ന നല്ല ഇടയന്റെ ആടുകൾ നമ്മളാണ് ദൈവമക്കളെ. ആമേൻ, സ്തോത്രം. ഇനി ഈ ആടുകൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യണം, എന്തോ ഒരു കടമയുണ്ട്. എന്താണ് ഈ ആടുകളുടെ കടമ? നമ്മൾ വായിച്ച യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ തന്നെ 27-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അതായത് നല്ല ഇടയന്റെ ആടുകൾ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. വേറെ ആരുടെ ശബ്ദം?
എന്റെ ആടുകൾ കേൾക്കത്തില്ല, എന്റെ ആടുകൾ എന്റെ ശബ്ദമേ കേൾക്കത്തുള്ളൂ, ഇനി എന്റെ ശബ്ദം വേറെ ആടുകൾക്കും കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയെ അറിയുകയും, അപ്പൊ നമ്മൾ എത്ര കുറഞ്ഞവരായാലും ദൈവത്തിന് നമ്മളെ അറിയാം. അപ്പൊ ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്തു. ദൈവത്തിന് നമ്മളെ അറിയാമെങ്കിൽ നമുക്ക് തിരിച്ച് അവനെ അനുഗമിക്കാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്തു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ആ അനുഗമിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ല പ്രതിഫലം ദൈവം തരികയാണ്. നമുക്ക് നിത്യജീവനെ ദൈവം തരികയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇനി ആടുകൾക്ക് നിത്യജീവൻ തന്നു മാത്രമല്ല, ഈ നല്ല ഇടയന്റെ ആടുകൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നതായിട്ട് നമ്മുടെ ബൈബിളിൽ അതുവരെ പറഞ്ഞിട്ടുണ്ട്. അത് സങ്കീർത്തനം 23-ാം സങ്കീർത്തനം തന്നെ അതാണ് എഴുതിയേക്കുന്നത്. അതിൻ്റെ അകത്ത് 1-ാം വാക്യമാണെങ്കിൽ വായിക്കാം. അതെ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടായില്ല. എല്ലാവർക്കും കാണാൻ അറിയുന്നുണ്ട്. അല്ല, ഇത് കുറച്ച് ഗുണങ്ങൾ അല്ലെ നല്ല ഇടയന്റെ ആടുകൾക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. 1, മുട്ടുണ്ടാകില്ല. 2, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. 3, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നടത്തപ്പെടും. 4, പ്രാണനെ അവൻ തണുപ്പിക്കും. 5, നീതിവാദകളിൽ നടത്തപ്പെടും. 6, കൂരിന് താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. 7, ദൈവം നിന്നോട് കൂടിയിരിക്കും. അടുത്ത്, വടിയും കോലും ആശ്വസിപ്പിക്കും, ശത്രുക്കൾക്കാർക്ക് വിരുന്നൊരുക്കും, തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആ സങ്കീർത്തനം മൊത്തം ആ ആടുകൾക്ക് കിട്ടുന്ന ഒരു ഗുണം അല്ലെ ആ ഒരു പ്രതിഫലത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരു നല്ല ഇടയന്റെ ആടിന് വേണ്ടി കിട്ടുന്ന ഒരു പ്രതിഫലത്തെ കുറിച്ചാണ് ആ സങ്കീർത്തനം മൊത്തം പറയുന്നത്. അപ്പോ ദൈവമക്കളെ, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഈ നല്ല ഇടയന്റെ ആടുകളാവാൻ അവന്റെ പാത പിന്തുടർന്ന് നമ്മള് ദൈവത്തിന്റെ ആ ഒരു വരിയില് അവനെ ഫോളോ ചെയ്ത് നമുക്ക് നടക്കാം. വീണ്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.